ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് മതിലുകൾ റെഡി. കുറഞ്ഞ ബഡ്ജറ്റിൽ അതിരുകൾ തിരിക്കാനേ ഈ പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന നീളത്തിലും വീതിയിലും നമ്മൾ ഫെൻസിംഗ് നെറ്റുകൾ റെഡിയാക്കി തരും. ഈ കാണുന്നത് നമ്മുടെ ഫെൻസിംഗ് നടത്താനുള്ള പോസ്റ്റുകളാണ് അല്ലേ? ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്ഡേഷൻ നമുക്ക് സ്റ്റാർട്ടർ ഷിമ്പുകൾ കുറേ വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള ടർഫ് മാറ്റുകൾ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഇതാണ് പുതിയ അപ്ഡേറ്റ് നമ്മുടെ വന്നിട്ടുള്ളത്, ലീഫ് ഫെൻസ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുമ്പോൾ കാണാൻ ഭയങ്കര ലുക്കാണ്. ഇത് ഈസി ടു ഇൻസ്റ്റാൾ ആണ് ഒന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്കാണെങ്കിലും കൊണ്ടുപോകാം, റീയൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ കോസ്റ്റും കുറവാണ്. കമ്പനിയിൽ യൂസ് ചെയ്യുന്ന വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടാറ്റ, പിന്നെ ഒന്ന് വരുന്നത് മൈക്കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. രണ്ട് ബ്രാൻഡാണ് ചെയ്യുന്നത്. കമ്പനി കോയമ്പത്തൂരിലാണെങ്കിലും ഈ കമ്പനിയുടെ മാനേജർ ഒരു മലയാളിയാണ്. നമസ്കാരം. നമ്മുടെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ കമ്പനിയുടെ പേരും ലൊക്കേഷനും? നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കള്ളപ്പാളയം, കോയമ്പത്തൂർ കള്ളപ്പാളയം എന്ന് പറയും. ഓക്കെ. എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്? നമ്മൾ 25 വർഷത്തിന് മുകളിലുണ്ട്. 25 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. ഞങ്ങൾ ഇന്ന് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഈ ഒരു യൂണിറ്റിൻ്റെ ഒരുപാട് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ വരാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയ കുറച്ച് ഫെൻസിങ് വന്നിട്ടുണ്ട്. 4-5 ഐറ്റം നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് അല്ലേ? അപ്ഡേഷൻ, ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ കാണണമെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ വന്നാൽ മതി. ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് അപ്ഡേഷൻ വന്നാലും ഇവിടെ ആദ്യം കൊണ്ടുവരുന്നത് ഇവരാണ് കോയമ്പത്തൂരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ കോമൺ ആയിട്ട് കാണിക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് എല്ലാം കാണിക്കാം. അതുകൂടാതെ പുതുതായിട്ടൊന്ന് അപ്ഡേഷൻ കാണിക്കാം അല്ലേ? നമുക്ക് ഒന്ന് നോക്കിയാലോ? ഫെൻസിംഗ് നെറ്റുകൾ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതലാണ്? നമുക്ക് 8 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 8 രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് 8 രൂപ മുതലാണ് ഇവിടുത്തെ ഫെൻസിംഗ് നെറ്റുകൾ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതൊരു ഫാക്ടറിയാണ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നിങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വിലക്കുറവിലാണ് എല്ലാ നെറ്റുകളും, എല്ലാ ടൈപ്പ് നെറ്റുകളും ഇവിടുന്ന് വാങ്ങാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റിലോട്ട് പോകാം. ഇതെന്ന് പറയുന്നത് എപ്പോഴും ആവശ്യക്കാരുള്ള, എല്ലാവർക്കും അറിയാവുന്ന ബാർബിഡ് വയർ അല്ലേ? ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് നമ്മൾ പണ്ടോട്ട് തന്നെ ഇട്ടോ തുടങ്ങിയതാണ് ബാർബിഡ് വയേഴ്സ്. ഇപ്പോഴാണ് കുറച്ചുകൂടി അപ്ഡേറ്റ് വന്ന് നമ്മൾ ചെയിനിലേക്ക് ആക്കിയത്. ഓക്കെ. പക്ഷേ ഇപ്പോഴും ഇതിന് ആവശ്യക്കാരുണ്ട് അല്ലേ? ഇതിൽ 2 ടൈപ്പാണ് വരുന്നത് അല്ലേ? 2 ടൈപ്പ്. G-Air ഉണ്ട്, അത് G-Air തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ കോട്ടിങ്ങോട് കൂടി വരുന്നത് ടാറ്റ ആയുഷ്. ലൈഫ് കൂടുതൽ കിട്ടും, ലൈഫ് കുറച്ച് കൂടുതൽ. ഓക്കെ. ടാറ്റ ആയുഷിൽ വരുന്നത്. ഓക്കെ. അതാണ് ഈ ബ്ലൂ കളർ വരുന്നത്. എക്സ്ട്രാ പൗഡർ കോട്ടിംഗ് ആണ് വരുന്നത്. ഓക്കെ. കുറച്ചുകൂടി ഒരു 2-3 വർഷം കൂടുതൽ കിട്ടും, കൂടുതൽ ലൈഫ് കിട്ടും. അതെ. ഓക്കെ. ഇതിങ്ങനെ ബണ്ടിലായിട്ടാണ് വരുന്നത്? ബണ്ടിലായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഒരു റോളിനെങ്കിൽ നമുക്ക് ഒരു 1250 അടിയോളം നമുക്ക് നീളത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? പറ്റും. ഓക്കെ. അപ്പോൾ 2 ക്വാളിറ്റി ഉണ്ട്. കൂടുതൽ ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരിക. ആയുഷിന്റെ അല്ലേ? ആയുഷിന്റെ. ഓക്കെ. ഇപ്പം നമുക്ക് സൈറ്റൊക്കെ തിരിക്കുമ്പോൾ ഇത് നമുക്ക് ലാൻഡിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് തൊട്ട് നമുക്ക് 4 ഇഞ്ച് ഗ്യാപ്പ് വരെ ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ വരണം. 2 ഇഞ്ച് ഗ്യാപ്പ് 10 kg. ഓക്കെ. പിന്നെ അതേപോലെ ഇങ്ങനെ വരുമ്പോൾ ഇത് 3.5 ഇഞ്ച്. പിന്നെ അങ്ങനെ വരുമ്പോൾ ഇത് 3 ഇഞ്ച് ഗ്യാപ്പ്. അങ്ങനെ ഓരോ ഗ്യാപ്പ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് റേറ്റ് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചെയിൻ ലിങ്ക് ഫെൻസിംഗ് ആണ്. അത് ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ? ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ലാൻഡിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് 2 ഇഞ്ച് ഗ്യാപ്പാണ് വരുന്നത്. 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് സ്റ്റാർട്ടിങ്. ഓക്കെ. പിന്നെ അങ്ങനെ വരുമ്പോൾ 2.5, 3, 3.5, 4 അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പോൾട്രി ഫാംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ഇഞ്ച് ഗ്യാപ്പ് തൊട്ടാണ്. ഓക്കെ. അതിൽ ചിലവർ 1 ഇഞ്ച് ഇടും, ചിലർ 1.5 ഇടും. കസ്റ്റമർ ആവശ്യം പോലെ അത് 1 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മുടെ. ഓക്കെ, മനസ്സിലായി. ഇതൊക്കെ നല്ല ഗ്യാപ്പ് വരുന്നതാണ്. ഇത് 3.5 ഇഞ്ച് ഗ്യാപ്പ്. 3.5 ഇഞ്ച്. ഇത് കസ്റ്റമർ പറഞ്ഞ പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. 3 അടി തൊട്ട് 10 അടി വരെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓരോ പർപ്പസിനനുസരിച്ചാണ് ഈ ഫെൻസിംഗ് വരുന്നത് അല്ലേ? ചില കസ്റ്റമർ 5 അടി ചോദിക്കും, ചിലർ 3.5 ചോദിക്കും. നമ്മൾ 3 അടി തൊട്ട് 10 അടി വരെ സൈസ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിന്റെ കാര്യം പറഞ്ഞു, ഈ രണ്ടിന്റെ വ്യത്യാസം. ഇതിപ്പോൾ നമുക്ക് കസ്റ്റമർ ചിലവർ ചോദിക്കും, നമുക്ക് ടിസ്റ്റോ ടൈപ്പ് വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെ നക്ലിൻ ടൈപ്പ് വേണം. ചിലർ യൂസ് ഇപ്പോൾ തെങ്ങ് മറമ്പുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ നക്ലിൻ ടൈപ്പ് യൂസ് ചെയ്യുക. കാരണം പട്ട വീണ് കഴിഞ്ഞാൽ ഡാമേജ് വരും. ചിലർ ഇങ്ങനത്തെ സേഫ്റ്റി പർപ്പസിനായിട്ട് ഇങ്ങനത്തെ ടിസ്റ്റോ ടൈപ്പ് യൂസ് ചെയ്യും. അതായത് നമ്മുടെ ഫസ്റ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ടാറ്റയുടെ ഈ 60 GSM വയറാണ്. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ 100 GSM വയർ കൊണ്ടുവന്നുണ്ട്. 100 GSM ഇതാണ് അപ്ഡേഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 100 GSM. ഓക്കെ. അപ്പോൾ എന്താ പ്രത്യേകത? ഇതാകുമ്പോൾ ലൈഫ് കൂടുതൽ കിട്ടും, ഷൈനിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഗാൽവനൈസേഷൻ കൂടുതലാണ്. നല്ല ലൈഫ് കിട്ടും, ഒത്തിരി ലൈഫ് കിട്ടും. അപ്പോൾ അതൊരു 12-13 വർഷം വരണ വെച്ചാൽ ഇതൊരു 16-17 വർഷം വരും. ഓക്കെ. ചെയിൻ ലിങ്ക് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇനി ചെയിൻ ലിങ്ക് വേണ്ടിയിട്ട് വിളിക്കും, ഈ ഒരു യൂണിറ്റിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 100 GSM വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയിൻ ലിങ്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തേക്ക് പേടിക്കേണ്ട കാര്യമില്ല അല്ലേ? ഇത് നോക്കി, സാധാരണ ഈ ഒരു ഷീറ്റിന്റെ ഫുള്ളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള 4-8 സൈസാണ് സാധാരണ കാണാറ്. ഇതിപ്പോ ഈ ചെറിയ ഷീറ്റിൽ നമ്മുടെ പുതിയ ഷീറ്റ് വന്നിട്ടുള്ളതാണ്. ഈ കാണുന്നതാണ് ഇന്ത്യൻ ട്രെല്ലീസ്. കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇപ്പൊ ഈ 4-8 സൈസാണ് എടുത്തോണ്ട് തന്നെ. അപ്പൊ ചിലവർക്ക് അത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ ഈ മാർക്കറ്റിൽ പുതിയതായി വന്നിട്ടുള്ള സാധനമാണ് ഇത് 4x4. ഓക്കെ.
ഇപ്പോൾ 4 അടിക്ക് 4 ഈ സൈറ്റ്. അപ്പോൾ ഇനി കട്ട് ചെയ്യേണ്ട കാര്യമില്ല. കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ചിലവർ ആ 8 പീസ് എടുത്തിട്ട് ബാക്കി 4 അടിക്കുന്നെങ്കിൽ ഇത് 4 എടുത്തുകൊണ്ട് പോകാം, കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായി. അതേപോലെ തന്നെ അതിൽ 8 കളേഴ്സാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ 10 കളേഴ്സ് ഉണ്ട്. ഈ പിസ്ത ഗ്രീനും ഈ ബ്രൗണാണ് നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഇതിൽ പിസ്ത ഗ്രീനാണ് നമുക്ക് കുറേ ഓർഡേഴ്സ് വന്നിട്ട് എടുത്ത് പോയിട്ടുള്ളത്. ഈ ഒരു കളർ അല്ലേ? ഈ ഒരു കളർ. ഓക്കെ, പിസ്ത ഗ്രീൻ അല്ലേ? ഓക്കെ, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഈ ശരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ വീടുകൾക്ക് യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിന് യൂസ് ചെയ്യാം. വീടുകളിലെന്ന് പറയുമ്പോൾ ഈ കാർ പോർച്ച്, ബാൽക്കണി, ആ സ്പേസിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ്, ഈസി ടു ക്ലീനിങ് ആണ്. ഓക്കെ, റസ്റ്റ് നേരം മേടിക്കാൻ വേണ്ട പ്ലാസ്റ്റിക് ഇതായതുകൊണ്ട് അല്ലേ? അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ അല്ലേ? ഇതൊരു 10-12 കൊല്ലം നിൽക്കും, നമുക്ക് ഈസിയായിട്ട് നിൽക്കും. ഈസിയായിട്ട് നിൽക്കും. ഓക്കെ, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാച്ചാൽ ഇനിയും കുറേ വർഷങ്ങൾ, ഒരുപാട് വർഷം നിൽക്കും. ഈ കാണുന്നത് നമ്മുടെ ഫെൻസിംഗ് നടത്താനുള്ള പോസ്റ്റുകളാണ് അല്ലേ? ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്ഡേഷൻ നമുക്ക് സ്റ്റാർട്ടർ സ്റ്റെമ്പുകൾ കുറേ വന്നിട്ടുണ്ട്, നോക്കിയാലോ? ഇതാണ് ടാറ്റർ സ്റ്റെമ്പ്. ഓക്കെ, ഇത് നമുക്ക് റെസ്പ്രി ആണ്, കാരണം ഇതിന്റെ വിറ്റമിൻ പെയിന്റ് കോട്ടിങ് വരും ഇത്. പിന്നെ അതേപോലെ തന്നെ ഈസി ടു ഇൻസ്റ്റാൾ ആണ്. നമുക്ക് ഡ്രിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഓരോ ഇതിലും. ടൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണല്ലേ? എളുപ്പമാണ്. അതേപോലെ തന്നെ ഇത് അടിഭാഗത്ത് വരും. ഇതൊരു 2 അടി കുഴി വെക്കുക, അതിൻ്റെ ഇറക്കി വെക്കുക, കോൺക്രീറ്റ് ചെയ്യുക. ഓക്കെ, അത്ര ഈസി ടു ഫിക്സിംഗ് ആണ്. സൈഡിലോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണല്ലേ? കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇത്ര വെയിറ്റേ ഉള്ളൂ, കണ്ടില്ലേ? അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സൈഡിലോട്ടൊക്കെ കൊണ്ടുപോകാനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഫെൻസിംഗ് നെറ്റ് മാത്രമല്ല, ഇത് ആവശ്യമുണ്ടെങ്കിലും അല്ലേ, ആവശ്യമായിട്ടുള്ള ഇനി നെറ്റ് ആവശ്യമില്ല, ഇത് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അല്ലേ? ഓക്കെ, ഇതെല്ലാം പോകാനുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം ഓർഡർ ഉള്ളതാണ് കേട്ടോ. ഇതെല്ലാം ബൾക്കായിട്ട്, ഈ പോസ്റ്റുകൾ ബൾക്കായിട്ട് അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ടൈപ്പ് ഫെൻസിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഇത് പരിചയപ്പെടുത്തി. ഓക്കെ, ഗ്രാസ് ഫെൻസ്. ഇതിൽ ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. ഇത് നോക്കിയേ, ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്നുള്ള പുതിയ പ്രോഡക്റ്റ്. ഇതാണ് പുതിയ അപ്ഡേറ്റ് നമ്മുടെ വന്നിട്ടുള്ളത്, ലീഫ് ഫെൻസ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുമ്പോൾ കാണാൻ ഭയങ്കര ലുക്കാണ്, അതിനേക്കാളും ഭയങ്കര ലുക്കാണ് ഇത് കാണാൻ. നല്ല ഭംഗിയായിരിക്കും. ഇത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ ഭംഗി, ശരിക്കുള്ള ഭംഗി അറിയാൻ പറ്റുക. അപ്പോൾ ലീഫ് ഫെൻസിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറിയിലേക്ക് വിളിക്കാം. എല്ലാം നല്ല വിലക്കുറവ് കൊടുക്കില്ലേ? പിന്നെന്താ, ബെസ്റ്റ് പ്രൈസിൽ ചെയ്യാൻ പറ്റും. ആരാ ഇതിന്റെ കസ്റ്റമേഴ്സ്? ഇതിന്റെ കസ്റ്റമേഴ്സ് നമ്മളെ ഈ ചെടികളൊക്കെ വെക്കില്ലേ, ചെടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ആടുകളൊക്കെ വന്ന് കഴിക്കും. അപ്പൊ ഇത് അതിനുള്ള സേഫ്റ്റി കാർഡായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ മരങ്ങൾ ചുറ്റും വെക്കും. വിലയുടെ കാര്യം എങ്ങനെയാ? വിലയുടെ കാര്യം എന്ന് പറയുമ്പോൾ നല്ല കുറവാണ്. ഇത് 1 ഇഞ്ച് ഗ്യാപ്പാണ് വരുന്നത്. ഇതിന് വരുന്നത് 13 രൂപ സ്ക്വയർ ഫീറ്റ്. 1 ഇഞ്ചിന്റെ ഗ്യാപ്പിന് വരുന്നത് 11 രൂപ സ്ക്വയർ ഫീറ്റിന്. 13 രൂപ. അതേപോലെ തന്നെ നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള ടർഫ് മാറ്റുകൾ അവൈലബിൾ ഉണ്ട് കേട്ടോ. ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ബെസ്റ്റ് പ്രൈസിൽ ചെയ്ത് കൊടുക്കും. കമ്പനിയിൽ യൂസ് ചെയ്യുന്ന വയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടാറ്റ, പിന്നെ ഒന്ന് വരുന്നത് മൈക്കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 2 ബ്രാൻഡാണ് ചെയ്യുന്നത്. അതിൽ എന്ന് പറയുന്നത് ഇപ്പോൾ മൈക്കോണിൽ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നത് 70-90 GSM ഉണ്ടായിരുന്നു, പിന്നെ 100-120 GSM ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് 275 to 300 GSM. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയാണ്. 300 GSM വരെ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മേക്കിങ്ങും സൂപ്പറാണ്. ഇത് ചെയ്യുന്ന ഫെൻസിന് അത്രത്തോളം ഇത് ലൈഫ് കൂടുതൽ അല്ലേ? ടാറ്റയുടെ പോലെ തന്നെ അതേപോലെ ലൈഫ് കിട്ടും മൈക്കോണിന്. ഇതിപ്പോ എന്ത് രൂപയ്ക്കാണ് വയറാ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെൻസിങ്ങിന് ചെയ്യാൻ പറ്റില്ല. ഈ വയർ ബൈ ഹൈ ടെൻഷൻ നമുക്ക് മടക്കാനേ പറ്റില്ല. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഈ ഫെൻസിങ്ങിനൊക്കെ യൂസ് ചെയ്യില്ലേ, എർത്ത് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ വയറാണ്. ഇത് നമ്മുടെ കയ്യിൽ ഹൈ ക്വാണ്ടിറ്റി ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾട്രി ഫാമിന് നമ്മൾ ചെയിനിങ് ചെയ്യില്ലേ, ചെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഇടുന്നതാണ്. ചെറിയ ചിക്സ് ഒക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ യൂസിനൊക്കെ ചെയ്യാം. കൂടുതലായിട്ട് കോഴി ഫാമിലേക്കാണ് പോകുന്നത്. കോഴി ഫാമിലേക്കാണ് അല്ലേ? അതെ. ഇത് ടാറ്റ നോട്ടഡ് ഫെൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ജി ഏരിയ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ടാറ്റ ആയുഷിന്റെ അവൈലബിൾ ഉണ്ട്. ആയുഷിന് വന്നിട്ടുണ്ട്. ഈ ടൈപ്പ് ഫെൻസിങ്ങിന്റെ പേരെന്താ? ഇതിന്റെ പേര് പോളി എക്സ്റ്റേണൽ മെഷ് എന്ന് പറയും. ഇത് നമുക്ക് ഈ ഗോഡ് ഫാംസ് അങ്ങനത്തെ ഇതിലാണ് യൂസ് ചെയ്യുക കൂടുതൽ ഉപയോഗിക്കുന്നത്. അതെ, ഇത് നമ്മുടെ ഈ 2 ഇഞ്ച് നമ്മുടെ ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ 4 ഇഞ്ചിന്റെ ഗ്യാപ്പ് തന്നെ. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഒരു സൈസ് മാത്രം ഉള്ളതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് കൊണ്ടുവന്നത്. ഇതെല്ലാം പുതിയ അപ്ഡേഷൻ ആണ്. അതെ അല്ലേ? നമ്മൾ പുതിയ അപ്ഡേഷനിൽ വരുന്ന ഒന്നാണ് ഈ കാണുന്നത് അല്ലേ? അതെ. ഇതിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു 30 മീറ്റർ ലെങ്ത് വരും. 30 മീറ്റർ ലെങ്ത്. ഇതാണ് നോട്ടഡ് ഫെൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാപ്പ്, ഈ കള്ളിയുടെ ഗ്യാപ്പ് വരുന്നത് 3 ഇഞ്ച്, 4 ഇഞ്ച്, പിന്നെ മുകളിലേക്ക് വരുമ്പോൾ 5, 6. ഇതാകുമ്പോൾ നമുക്ക് വല്ലതും തട്ടി കഴിഞ്ഞാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് ആവും. അതാണ് അതിൻ്റെ സ്പെക്ക്. അത്രയും സ്ട്രോങ് ആണല്ലേ? അത്ര സ്ട്രോങ് ആണ്. ഇതാണ് നോട്ട് അതിൻ്റെ. ഓക്കെ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്?
ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ഈ ബാക്ക് സൈഡൊക്കെ ഓപ്പൺ അല്ലാവുക. അപ്പൊ ഈ പ്രാവുകള് അങ്ങനത്തെ കാക്കകളൊക്കെ ഉള്ളിൽ കയറും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പാർട്ട്മെന്റിൽ ഇടാനുള്ള നെറ്റാണ്. ഓക്കെ, ഇതിവിടെ സെയിലിനുണ്ട്. ഓക്കെ, 2-3 കളേഴ്സ് നമ്മുടെ വേറെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഓക്കെ. ഇപ്പൊ എന്തുകൊണ്ട് എല്ലാവരും ഈ ചെയിൻ ലിങ്ക് ഫെൻസിംഗിലേക്ക് വരുന്നത്? അത് എന്ത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ടു ഇൻസ്റ്റാൾ ആണ് ഒന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്കാണെങ്കിലും കൊണ്ടുപോകാം, റീയൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ കോസ്റ്റും കുറവാണ്. ചെയ്തതിന് ശേഷം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലേ? ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്നവർ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പൊ നമുക്കിപ്പോ സ്ഥലം വാങ്ങിയിട്ടു കുറച്ചുകൂടി ഒന്ന് സേഫ്റ്റി ചെയ്യണം, എന്നിട്ട് ഇതിടും. പിന്നെ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം തന്നെ ഇത് റിമൂവ് ചെയ്യും, അഴിച്ചു മാറ്റും അല്ലേ? ഇതിപ്പോൾ ഇന്ന് ഡെസ്പാച്ച് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ പോണത് വയനാട്ടിലേക്കാണ്. അതേപോലെ തന്നെ കസ്റ്റമറിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ നെയ്ബറാണ്, കസ്റ്റമറിന്റെ നെയ്ബറാണ്. ആളും ഇതേപോലെ തന്നെ സെയിം ഓർഡർ തന്നു പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേരളത്തിലോട്ടാണ്? കേരളത്തിലോട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും എത്ര ഏരിയയിലേക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് കേട്ടില്ലേ, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ നമുക്ക് എത്ര ദിവസം പറയാൻ പറ്റും? മാക്സിമം എത്ര ദിവസം എടുക്കും? മാക്സിമം ഒരു 3 അടി ആയിട്ട് 2000 മീറ്റർ ഒക്കെ നമുക്ക് ഒരാഴ്ച കൊണ്ട് കൊടുക്കാം. ഒരാഴ്ച കൊണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും ഇവിടുന്ന് അവർ ചെയ്തു തരും, അതും ബെസ്റ്റ് പ്രൈസിൽ. എടുത്ത് പറയേണ്ട കാര്യം അതാണ്. നിങ്ങൾ ഇവിടുത്തെ വിലയും നമ്മുടെ കേരളത്തിലെ വിലയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഓർഡർ കൊടുത്താൽ മതിയാവും. കാരണം അത്രത്തോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അറിയാവുന്നവർ ഉറപ്പായിട്ട് കോയമ്പത്തൂരത്തെ പൊതുവെ വാങ്ങിക്കുള്ളൂ. പക്ഷേ കോയമ്പത്തൂരിലെ എല്ലാ ഷോപ്പിലും ആ ഒരു വ്യത്യാസം വരില്ല. ഇതുപോലെ മാനുഫാക്ചറിംഗ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മാത്രമേ ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നിലവിൽ ഒത്തിരി കേരള കസ്റ്റമേഴ്സ് ഇല്ലേ? ഇപ്പോൾ ഒത്തിരി കസ്റ്റമർ നമ്മുടെ ഫാക്ടറിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് പോകണം. അപ്പൊ അവർക്കൊരു ട്രസ്റ്റ് ആയി. ഇങ്ങനത്തെ ഒരു ഏതൊക്കെ പ്രോഡക്ട്സ് ആണ്, ഏതൊക്കെ വയറാണ് നമ്മൾ ചെയ്യണത് ഒക്കെ അവർക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ?